മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് L3 ഡിസാസ്റ്റർ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം, ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളണം. അതിൻ്റെ സഹായം ആ ദുരന്ത ഭൂമിയിലെ ദുരന്ത ബാധിതർക്കാണ്. അത് വന്നാൽ മാത്രമേ പൊതുമേഖലാ ബാങ്കുകൾ ശക്തമായി നീങ്ങൂ. ഇതിപ്പോൾ മൊറട്ടോറിയം, ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമാണ്. വായ്പകൾ എഴുതിത്തള്ളണം, ഭവന വായ്പകൾ, വാഹന വായ്പകൾ. വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരിലെ ആ 3 ഗ്രാമങ്ങളിൽ. അപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോയവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിൽക്കുന്നു. ഈ വായ്പകൾ എഴുതിത്തള്ളണം. ശരിയായ ആവശ്യമല്ലേ, അതിൽ ഇടപെടേണ്ടതും ആക്ട് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ. അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ അസിസ്റ്റൻസ്. നോക്കൂ, അതിൽ റവന്യൂ മന്ത്രി പറയുന്നു എത്ര സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു, കേരളത്തെ മാത്രം വിവേചനപരമായി മാറ്റി നിർത്തുന്നു. ഓഗസ്റ്റ് 17 കൊടുത്ത ഒരു നിലപാടാണ്, ഇതാണ്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ അവിടെ എത്തി പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. വയനാട്ടിൽ വന്ന പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? പണം ഒരു പ്രശ്നമല്ല, എല്ലാ തരത്തിലും കൂടെയുണ്ട്. ഇതാണോ കൂടെയുള്ളത്? ഇങ്ങനെയാണോ സമീപനം? എന്നിട്ട് കണക്ക് പറയുകയാണ്. കൃത്യമായി തരേണ്ട പണം തരാതെ, സ്പെഷ്യൽ സഹായം തരാതെ, ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ചെയ്ത SDRF തരുന്ന പണം, അതിൻ്റെ തന്നെ അടുത്ത ഗഡു. അതാണ് വിചിത്രം. 153 കോടി രൂപ മാത്രം അനുവദിക്കാൻ തീരുമാനിച്ചു എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അതിൽ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ബാക്കിയുള്ള തുകയുടെ 50% ഈ 153 കോടി അഡ്ജസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ പൊതുവായ ദുരന്തമുഖത്തിന് ആകെ ചെലവഴിക്കാനുള്ളതാണ്. ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ചെയ്യുന്നതാണ്. ഡോക്ടർ സമ്പത്ത് നേരത്തെ പറഞ്ഞ പോലെ അത് വയനാടിന് വേണ്ടിയുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് അല്ല, കേരളം ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതിനു മുമ്പിലാണ് കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നത്. ഷാജി രാഘവൻ സാർ പാർലമെന്റിൽ വളരെ അനുഭവ സമ്പത്തുള്ള MP ആയിരുന്നു നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സമ്പത്ത്. അദ്ദേഹം കള്ളത്തരങ്ങൾ പറയുന്നു എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. എനിക്ക് വളരെ വിഷമമുണ്ട് സാർ. സത്യത്തിൽ കള്ളങ്ങൾ സാറാണ് നുണ പറഞ്ഞത് സാർ. ഇവിടെ റവന്യൂ മന്ത്രി 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിനോട് സബ്സിക്വന്റ് ആയിട്ട് ബഹുമാന്യനായ നമ്മുടെ അവതാരകൻ ശരത്തും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. സാർ, താങ്കളും പറഞ്ഞതും കള്ളവാ സാറേ. ഞാനൊരു 1-2 ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. വളരെ സിമ്പിളാണ്. എന്തേ കണക്കുകൾ പറയുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അസ്വസ്ഥപ്പെടുന്നത്? ഒരു നാടിന്റെ വികാരമാണ്. നിങ്ങൾ സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്തുകൊണ്ട് ഈ ഗ്രാമങ്ങൾക്ക് നൽകുന്നില്ല? ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു. സ്പെഷ്യൽ അസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള ആ നാടിന്റെ മുഴുവനായ ഡെവലപ്മെന്റിന് വേണ്ടി അതിനെ തിരിച്ചു കൊണ്ടിരുന്നതിന് ആവശ്യമായിട്ടുള്ള PDNA റിപ്പോർട്ട്, അതല്ലേ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്? താങ്കൾ പറഞ്ഞ പരിചയസമ്പന്നനായ മുൻ MP ഡോക്ടർ സമ്പത്ത് പറഞ്ഞതാണ്, സ്പെഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഈ സർക്കാർ തന്നെ അത് കൃത്യമായി കാട്ടിത്തന്നിട്ടുണ്ട്. തങ്ങൾക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വന്നാൽ ഒരു ചട്ടവും റൂളും പറയാതെ ആ മനുഷ്യരനുഭവിക്കുന്ന വേദനയ്ക്കൊപ്പം നിന്ന് പ്രഖ്യാപനം നടത്തുന്നു. എന്തേ കേരളത്തോട് അത് കാട്ടാത്തത്? നിങ്ങൾ എന്നിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചെടുക്ക്. 3 തവണ അപേക്ഷ കൊടുത്തു, കൃത്യമായ ആവശ്യങ്ങൾ ഡിമാൻഡ് ചെയ്തു. പിന്നല്ലാതെ നിങ്ങൾ കൃത്യമായ ആവശ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്തത് എന്നാണെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല. ഇവിടെ സമ്പത്ത് സാർ ഇവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്പത്ത് സാർ, ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ കരുതിയത് അനിൽ ബോസ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. അനിൽ ബോസ് ഒരു ചോദ്യം ചോദിക്കുന്നു ഞാൻ വിചാരിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹം ചോദിച്ചില്ല. അനിൽ ബോസ് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന് എന്തുകൊണ്ട് ഈ 115 ദിവസം വേണ്ടി വന്നു ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുക്കാൻ? ഈ റിപ്പോർട്ട് കൊടുക്കാതെ കേന്ദ്രം പണം അനുവദിക്കണം എന്ന് പറയുന്ന ബാലിശമായിട്ടുള്ള നിലപാട്, അതുകൊണ്ട് എങ്ങനെയാ സമ്പത്തിന്റെ മറുപടി അദ്ദേഹം ആവർത്തിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ അതെ ശരത്തെ, ഞാൻ വേറെ തർക്കത്തിനൊന്നുമല്ല. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാചകങ്ങൾക്ക് നന്ദി. അതവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ആ നല്ല വാചകങ്ങളെല്ലാം ഇപ്പൊ ഇങ്ങോട്ട് എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല. ഷാജി ഒറ്റ മിനിറ്റ്. ജൂലൈ മാസം ഷാജി, അതേക്കുറിച്ച് താങ്കൾ പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ 2ാം തവണ ആവർത്തിച്ചു. സമ്പത്ത് അതേക്കുറിച്ച് മറുപടി പറയണമല്ലോ, പറയട്ടെ. എന്റെ സമയം ചുരുക്കിക്കോളൂ. ജൂലൈ 30-ാം തീയതി പുലർച്ചെയാണല്ലോ ഈ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം, കുഞ്ഞോം അവിടെയെല്ലാം ഉരുൾപൊട്ടലുണ്ടായത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയവുമില്ല. മറ്റ് ചില BJP നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ ചില ഇങ്ങനെ അവിടെ ഇവിടെ എന്നൊക്കെ ഉള്ളത്. മനുഷ്യ ജീവനുകൾ ഒലിച്ചു പോയതും ഒരിക്കലും അതൊന്നും ഈ ഭൂമുഖത്തെ ഇല്ല എന്നുള്ളതെല്ലാം അവിടെ ഇരിക്കട്ടെ. തൊട്ടുപുറകെ ആഗസ്റ്റ് 10-നാണല്ലോ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദുരന്തമുഖത്ത് വന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്.
ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടിൻ്റെയും ആവശ്യമില്ലാതെ തന്നെയാണ് ഇന്ത്യ സൗഹാർദ്ദത്തിൻ്റെതായ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് ലോകത്തിലെ പല രാഷ്ട്രങ്ങൾക്കും ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ നൽകിയിട്ടുള്ളത്. ലോകത്തിന് പലയിടത്തും പല രാജ്യങ്ങളിലും നൂറുകണക്കിനും ആയിരക്കണക്കിനും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഈ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ശരീരഭാഗമായിട്ടുള്ള ഒരു നാട്ടിൽ ഈ പറയുന്നതിന് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടാൻ വൈകുന്നു എന്നുള്ളതിൻ്റെ ഇരിക്കട്ടെ. ഓഗസ്റ്റ് 17 ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധി NDRFിൻ്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകിയത്. തീയതി ഞാൻ പറഞ്ഞേ, ഇത് 1202 കോടി രൂപയുടെ പ്രാഥമികമായ സഹായമാണ് ആവശ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി വന്നു, അത് കഴിഞ്ഞിട്ട് NDRFിൻ്റെ അവർ ആ ദൗത്യ സംഘവും വന്നു. അതും കൂടി ആലോചിക്കണം. കേരളം കൊടുക്കുന്നതിൻ്റെ മാത്രം NDRFിൻ്റേതായിട്ടുള്ള പ്രതിനിധികൾ എന്താ വന്നത് ഇവിടെ വന്നിട്ട് എന്താ ഇത് ഈ പറയുന്ന ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള നിലയിലേക്ക് ഒരു പുതിയ ടൂറിസം അങ്ങനെയാണോ അവർ കാണാനായിട്ട് വന്നത്? നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമേ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് നടത്തിക്കൊണ്ട് വീണ്ടും നടത്തി. എങ്ങനെ? നവംബർ 13 ഇന്ത്യ ഗവൺമെൻറ്റിന് വീണ്ടും അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തത്. ഇതിൽ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് 2221 കോടി രൂപയും വിലങ്ങാടിന് 98.1 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഇത് വൈകിയത് കൊണ്ടാണ് എന്നാണ് വിചിത്രവാദം, അല്ലേ? അപ്പോൾ ആഭ്യന്തരമന്ത്രി കേരളത്തിലെ MP പറഞ്ഞ മറുപടി എന്താ? ഇവിടെ ഈ പറഞ്ഞത് BJP നേതാക്കൾ വല്ലാതെ ഇങ്ങനെ ഈ പറഞ്ഞ് അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് പറഞ്ഞ് വല്ലാതെ വാദിക്കരുത് കേട്ടോ. ഈ ക്ലാരിറ്റിക്ക് വേണ്ടി താങ്കളോട് ഒന്നുകൂടി ചോദിച്ച ശേഷം ഞാൻ ഷാജി രാഘവനിലേക്ക് പോകും. അതായത് അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന വളരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ ഒരു പിടിവള്ളി ഞാൻ അങ്ങനെ തന്നെയാണ് കാണുകയാണ്. അത് ആ നിലയിൽ ശക്തമായ പ്രതിഷേധം കേന്ദ്ര സമീപനത്തോട് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് നവംബർ 13 കൊടുത്തത്. താങ്കളിപ്പോൾ പറഞ്ഞത് മുൻപ് കൊടുത്തത് പരിഗണിക്കാതെ വന്നതുകൊണ്ട് അത് വീണ്ടും കൊടുക്കേണ്ടി വന്നു. ആ തീയതിയിൽ തൂങ്ങിയാണോ ഷാജി രാഘവൻ അന്നല്ലേ കൊടുത്തത് എന്ന് പറയുന്നത് എന്നാണോ ഡോക്ടർ സമ്പത്ത് പറയുന്നത്? ശരത്തെ, ഞാൻ തീയതി കൃത്യമായി പറഞ്ഞല്ലോ. ഓഗസ്റ്റ് 10 ഇത് ജൂലൈ 30 ദുരന്തം ഉണ്ടാവുന്നു. ഓഗസ്റ്റ് 10 PM ഇവിടെ വരുന്നു. ഓഗസ്റ്റ് 17 പ്രാഥമികമായ റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിൽ യാതൊരു നടപടിയും ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്നില്ല. ഇതിന് തുടർന്നതിന് ശേഷമാണ് വിശദമായ റിപ്പോർട്ട്. അത് ആവശ്യപ്പെടാവുന്ന തുക, എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള തുക, ഇത് രണ്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതും കയ്യിൽ കിട്ടി, എന്നിട്ടും ഈ പണം നൽകുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഞാനൊരു കാര്യം, നമ്മളിപ്പോൾ ഈ കാര്യം ചോദിക്കുന്നത്, ഞാൻ ഇപ്പോൾ 1996 ഞാൻ പാർലമെന്റ് അംഗമായി 11ാം ലോക്സഭയിലുള്ള കാലത്താണ് ഈ ആന്ധ്രാപ്രദേശിൽ ചുഴലിക്കാറ്റിൽ അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ 20 ലോക്സഭാംഗങ്ങളും 9 രാജ്യസഭാംഗങ്ങളും ഞങ്ങളുടെ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം അന്നത്ര ആന്ധ്രാപ്രദേശിന് കൊടുത്തിട്ടുണ്ട്. തീരുന്നില്ല. ഇവിടെ ഈ 2001 ഗുജറാത്തിൽ കച്ചിൽ അത്തരത്തിൽ വല്ലാതെ ദുരന്തമുണ്ടായത്, ഭൂകമ്പമുണ്ടായത്. അങ്ങനെ കച്ചിൽ അങ്ങനെ ദുരന്തമുണ്ടായപ്പോൾ CPIMൻ്റെ MP അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള LDFും UDFും ആ MP 20 + 9 MP 50 ലക്ഷം രൂപ വീതമാണ് അവരുടെ MP ഫണ്ടിൽ നിന്ന് അങ്ങനെ ഗുജറാത്തിന് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ആരും രാഷ്ട്രീയം കണ്ടല്ല. ഇവിടെ L3 ഇത് പെടുത്തിയിരുന്നതെങ്കിൽ ഇന്ത്യയിലെ ലോക്സഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും MP ലാഡ്സിൽ നിന്ന് ഇവിടെ ഈ പുനരധിവാസത്തിന്, റീകൺസ്ട്രക്ഷന്, റീബിൽഡിങ്ങിന് അത്തരത്തിൽ അവർക്ക് പണം നൽകാനായി കഴിയുമായിരുന്നു. ഇപ്പോൾ അത് കഴിയില്ല. MP ലാഡ്സിൻ്റെ ഗൈഡ് ലൈനിൽ അത് വരുന്നില്ല. വരണമെങ്കിൽ ഇവിടെ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ ഇത് ലെവൽ 3 ഇത് പെടുത്തണം. അതും ചെയ്യാൻ തയ്യാറല്ല, തരികയുമില്ല, ആരും കൊടുക്കാനായിട്ട് സമ്മതിക്കുകയുമില്ല. ഈ മുട്ടാപ്പോക്ക് ന്യായം പറയുകയും ചെയ്യും. ഇതിലേക്ക് ഒന്ന് പോയിന്റ് ചെയ്ത് വരാം.